ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഫീൽ ഫ്രീ ടോക്കിൽ നമ്മൾ പറയുന്നത് നമ്മളെ കല്യാണത്തിന് ശേഷം എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള ആളുകൾ കല്യാണം കഴിഞ്ഞ ആളുകളാണോ? ചാറ്റ് ബോക്സിൽ ഒന്ന് പ്രതികരിക്കുമോ? കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിലും ഞാൻ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. എന്നിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി, നിങ്ങൾ കാണുന്ന ലൈഫുകളുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നമുക്കൊരു ഡിസ്കഷൻ പോലെ വേണമെങ്കിൽ ക്ലാസ് പോകാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കല്യാണം വരെ ഉള്ള ലൈഫും അതിനുശേഷമുള്ള ലൈഫും ഒന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കാം. സാറ്റിസ്ഫൈഡ് ആയിട്ട്, അതായത് ഓക്കെ ഞാൻ കല്യാണത്തിന് മുമ്പുള്ളതിനേക്കാളും ഹാപ്പിയാണ്, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പുള്ളതുപോലെയൊക്കെ തന്നെയാണ്, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് കുട്ടികളുണ്ടാവുന്നത്, നമ്മളെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അങ്ങനെ. ഇനി ഒരു പുരുഷനാണെങ്കിൽ ജോലി ചെയ്യുന്നത്, അതിൻ്റെ ശമ്പളവും കാര്യങ്ങളും വീട്ടിൽ കൊടുക്കുന്നത്, അവരെയും കൂടി നമ്മളെ ജോലി ചെയ്തുണ്ടാക്കുന്ന ക്യാഷ് നമ്മൾ അവരെയും കൂടി അവർക്ക് വേണ്ടി കൂടി ചെലവഴിക്കുന്നത്, ഇതിലൊക്കെ സംതൃപ്തനാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അത് തന്നെയാണ്. സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ എവിടേക്കോ ഒരു ഫീൽ ചെയ്യാണ്, ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാണ്, ഒരു വോയിഡ് സ്പേസ് ഫീൽ ചെയ്യാണ്, എനിക്കിത് മാത്രം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ മുതൽ നമ്മൾ തിരിച്ചും ചിന്തിക്കണം. ഇതൊന്നും ചെയ്യരുത് എന്നല്ല. കുട്ടികളുണ്ടാവണം, കുട്ടികളെ നമുക്ക് സംരക്ഷിക്കണം, കുട്ടികളെ നോക്കണം, നമുക്കുണ്ടാവുന്ന ക്യാഷ് അവർക്കും പങ്കുവയ്ക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ നമ്മളെ തന്നെ എവിടെയോ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഫീലാണ് കൂടുതൽ വരുന്നത് എന്നുള്ളതും നമ്മൾ അറിയേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ഇങ്ങനൊരു സബ്ജക്റ്റിന് പ്രാധാന്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഫുൾഫിൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതെനിക്ക് ഓക്കെ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, നല്ല സന്തോഷത്തെ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കിതാണ് ഇഷ്ടം, ഇതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെങ്കിലും നമുക്ക് എന്തോ ഒന്ന് എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന എന്തോ ഒരു എംപ്റ്റി സ്പേസ്, ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ലാത്ത രീതിയിലാണ് നമ്മൾ നമ്മുടെ ഒരു ഒഴുക്കിനനുസരിച്ച് ജീവിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് സൂയിസൈഡ് കേസുകളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഭർത്തൃ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് സ്ത്രീകൾ മരിക്കുന്നത് കേൾക്കാറുണ്ട്. കൂടുതലും സ്ത്രീകളുടെ കേസിലാണ് നമ്മളിത് കേൾക്കാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ തന്നെ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാന്ന്? ഞാൻ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം തന്നെ പറയുകയാണെങ്കിൽ, ഇവിടെ നമ്മുടെ അടുത്ത് വിഷു ഉണ്ടായിട്ട് ആണ് കേട്ടോ. ഇടയ്ക്ക് പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. അവരുടെ കുട്ടിയുടെ കല്യാണം നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ആ കൂടെ നിൽക്കുന്ന ആൾ ചോദിക്കുന്നത്, കുട്ടിക്ക് എത്ര വയസ്സുണ്ട്, എന്താണ് പഠിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ +2 കഴിഞ്ഞു, ഇനി കല്യാണം നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ കേൾക്കുന്ന വ്യക്തി ചോദിക്കുകയാണ്, കുറച്ചുകൂടെ ഒക്കെ പഠിപ്പിച്ചൂടെ, നല്ലതല്ലേ, ഈ കാലത്ത് അതൊക്കെ നല്ലതല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഇവർ പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഞാൻ കണ്ടുവരുന്നതോ എടുത്തോളം പഠിക്കുകയോ ജോലി ഉണ്ടാവുകയോ ചെയ്താൽ ഒരു പെൺകുട്ടി അവളുടെ ഹസ്ബൻഡിനെ വാല്യൂ ചെയ്യുന്നില്ല, അവൾക്ക് പറ്റുന്ന ബഹുമാനം കൊടുക്കുന്നില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. ആ വ്യക്തി അവരുടെ കുട്ടിയുടെ കല്യാണത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ആലോചിച്ചത് അതല്ല, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു മരുമോനെ കുറിച്ച് ചിന്തിച്ചിട്ട് സ്വന്തം മകള് എന്തായാലും കുഴപ്പമില്ല, ആ കുട്ടി മറ്റേ ആ വരാൻ പോകുന്ന വ്യക്തി അത് ആരാണെന്ന് പോലും ഇപ്പം അവർക്ക് അറിയില്ല, അങ്ങനെ ഒരു വ്യക്തിയെ ബഹുമാനിക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ശരിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ പറയാ? അല്ല,
അല്ലല്ലേ? നമുക്കറിയില്ല ആരാണ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതെന്ന് ഒരിക്കലും അറിയില്ല. നമുക്ക് എന്താണ് ഇനി ഭാവി എന്നറിയില്ല. ഇനി കല്യാണം തന്നെ നടക്കുമോ നമുക്കറിയില്ല. ആ സമയത്ത് സ്വന്തം പിതാവായിട്ടുള്ള ഒരാൾ എന്നെ ചിന്തിക്കുകയാണ്, എൻ്റെ കുട്ടി വരുന്ന ആളെ ബഹുമാനിക്കണമെങ്കിൽ കുട്ടിക്ക് വിദ്യാഭ്യാസവും ജോലിയൊന്നും ഇല്ലാത്തതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നത് എത്രത്തോളം അങ്ങനെ ഒരാളെ ചിന്തിപ്പിക്കുന്നത് എന്തായിരിക്കും? ഞാൻ അതുപോലെ ചിന്തിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഒരു കുട്ടി, ഏതെങ്കിലും കുട്ടികളായിക്കോട്ടെ, ആത്മഹത്യ ചെയ്തു, ഭർത്തൃപീഡനോ അപ്പോൾ നമ്മൾ ഈ വാർത്തകളിലെ സൂയിസൈഡ് ആയതിന്റെ വാർത്തകള് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പങ്കുവെക്കുന്ന സമയത്ത് കമന്റ് ബോക്സ് നിങ്ങൾ വായിക്കാറുണ്ടോ? ഒരുപാട് കമന്റുകൾ കാണാട്ടോ. എന്താ ഉണ്ടാവുക? പെങ്ങളെ, ഞങ്ങൾ നോക്കില്ലായിരുന്നോ? ഞങ്ങളെപ്പോലെ ആരോടെങ്കിലും സംസാരിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ ആരോടെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നില്ലേ? അങ്ങനെ കുറേ മെസ്സേജുകൾ കാണാം. അത് ശരിയാണ്, നമുക്കും തോന്നാറുണ്ട് നമ്മളോടൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ സംരക്ഷിച്ചേനെന്നൊക്കെ തോന്നും. പക്ഷെ ഇതേ ആളുകൾ തന്നെ നമ്മൾ അടുത്ത വീട്ടിലോ നമ്മളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസോ ആരെങ്കിലും ഡിവോഴ്സ്ഡ് ആവാൻ വേണ്ടി ആവശ്യപ്പെടുകയോ അല്ലെ ഡിവോഴ്സ് ആയി വരികയോ ചെയ്താൽ ഇതേ രീതിയിൽ തന്നെയാണോ പെരുമാറാറ്? അങ്ങനെ നിങ്ങൾ ആരോ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതൊന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു വ്യക്തിനോട് നമ്മളെങ്ങനെയാ പെരുമാറുക? നമ്മളെ നാട്ടിലുള്ള ഒരു നാട്ടുനടപ്പ് അനുസരിച്ച് എങ്ങനെയാ പെരുമാറാറുള്ളത്? ഇപ്പൊ ഒരു വാർത്തയായിട്ട് വരുമ്പോ മാത്രം ഞങ്ങൾ നോക്കിക്കോളാം, അല്ല ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെ പറയുകയും, എന്നാലോ നമ്മുടെ ലൈഫിലേക്ക് അത് വരുമ്പോ അത് അക്സെപ്റ്റ് ചെയ്യാതെയും വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അത്രയ്ക്ക് പോലും ഒരു ചിന്ത വരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചിന്ത വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും മറ്റുള്ളവരെ അനുസരിച്ചിരിക്കുക. അതായത് വൈഫാണെങ്കിൽ ഹസ്ബൻഡിന്റെ ആ ഒരു രീതിയിൽ എല്ലാം അനുസരിച്ച് ജീവിക്കുക. അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ രൂപത്തിൽ ജീവിക്കുക. അത് പാരന്റ്സ് പോലും അങ്ങനെ ജീവിക്കുന്നത്. കൂടുതൽ ആത്മഹത്യാ കേസുകളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അതിൽ അവരിങ്ങനെ സംസാരിക്കുക, എൻ്റെ കുട്ടിയോട് അങ്ങനെ ചെയ്തിരുന്നു, എൻ്റെ കുട്ടിയോട് ഇങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ ഈ സമയത്ത് ഒരിക്കൽ പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഒന്നും നീ അനുഭവിക്കേണ്ടതല്ല, നീ ഇതൊന്നും ഡിസേർവ് അല്ല, നീ ഇങ്ങോട്ട് പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കായിരുന്നു. അങ്ങനെ പറയുന്നുണ്ടാവില്ല, അല്ലെ പറഞ്ഞാൽ തന്നെ കുട്ടികൾ അത് ഓക്കെ ആണെന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നതും കൊണ്ടല്ലേ അവരുടെ മരണം സ്വന്തമായിട്ട് സ്വീകരിക്കുന്നവരെയൊക്കെ നിന്ന് പോകുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആണോ നമ്മളെ ലൈഫിനെ കാണേണ്ടത്? നമുക്ക് എത്ര വാലിഡ് ആയിട്ടുള്ള നമ്മളെ ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം എത്രത്തോളം വാല്യൂ നൽകേണ്ട വസ്തുക്കളാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതൊക്കെ ഒരാൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തേണ്ടതാണോ? അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കുറച്ചും കൂടെ ഒക്കെ ഒരു വാല്യൂ നൽകി നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാലോചിക്കാം അല്ലേ? എല്ലാരെ കുറിച്ചും ചിലപ്പോൾ മാറ്റം വരുത്താൻ പറ്റിയില്ലെങ്കിൽ, അല്ലെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നല്ല പോലെ ചിന്തിക്കുന്ന ആളുകൾ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പഠിക്കുകയും അതേപോലെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ സ്വയം തിരഞ്ഞെടുക്കുന്ന പുരുഷന്മാരെയും, അതേപോലെ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ സ്വയം തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളെയൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത് സ്വയം ചെക്ക് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ. അല്ല എന്ന ഫീൽ ഉണ്ടെങ്കിൽ എന്താണ് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതെന്ന് നമ്മൾ നോക്കാം. അത് എല്ലാം കൂടെ എന്തെങ്കിലുമൊക്കെ കയറി ചെയ്യുക, ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതിനേക്കാളും നമുക്ക് എന്താണ് ഏറ്റവും വാലിഡ് ആയിട്ട് തോന്നുന്നത്, ഏറ്റവും നമ്മുടെ വാല്യൂ സിസ്റ്റം, അതൊന്നും നഷ്ടപ്പെടുത്താതെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സമയം പോകുന്നതായിട്ട് തോന്നൂല.
അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി തിരിക്കാൻ ശ്രമിക്കുക. അതിനെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒട്ടും സമയം പോകുന്നത് പോലും നമ്മൾ അറിയില്ല. നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വരെ വിചാരിച്ചപ്പോൾ അത്രയും നമ്മൾ അതിൽ ഫീൽ ചെയ്ത് അതിലിഷ്ടപ്പെട്ട് നമ്മളെല്ലാം മറന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ സമയമെങ്കിലും നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇഷ്ടപ്പെട്ട് നമ്മളെ ഒരാളും നമ്മളോടിങ്ങനെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യാതെ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ ടൈം കിട്ടിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി കുറഞ്ഞ സമയങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ നമ്മുടെ ലൈഫിന് വാല്യൂ ഉള്ളതായിട്ടും നമുക്ക് ഒന്നുകൂടി മീനിങ് ഫുൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഉള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുക. പിന്നെ നമ്മുടെ ചുറ്റിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടെത്താം. അതേപോലെ പാരൻസിനെ ഒന്നും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യാം, അവരെ ഒന്നും കൂടി അവയർനെസ് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. നമുക്ക് ആ പറഞ്ഞ വ്യക്തി നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കുന്ന വ്യക്തികളോട് പറയാം, നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും വരുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ പഠിക്കട്ടെ, ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കേണ്ട. ഇഷ്ടമാണെങ്കിലും കഴിവുണ്ടെങ്കിലും അവരെ പഠിപ്പിക്കുന്നതിന് എന്താ തെറ്റ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ജസ്റ്റ് വാദത്തിന് വേണ്ടി ചോദിക്കുന്നതിനേക്കാളും ജഡ്ജ് ചെയ്ത് ചോദിക്കുന്നതിനേക്കാളും നമ്മൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റണം. അതേപോലെ നമ്മളെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്നിട്ട് അതിലേക്ക് ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ബിസിനസ് ചെയ്യണം അങ്ങനെയൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. കാരണം ഇതുവരെ അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളിൽ ചിന്ത ഉണ്ടെങ്കിൽ പോലും പ്രവർത്തിച്ച് തുടങ്ങാത്തൊരു വ്യക്തിക്ക് ആദ്യം തന്നെ അതിലേക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്താണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്ന് നോക്കിയിട്ട് ചെറുതായിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഒരിത്തിരി സമയം ഒരാഴ്ചയിൽ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചാൽ പോലും നമുക്കൊരു ജീവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്കൊരു എംപ്റ്റി സ്പേസ് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇതേപോലെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു എംപ്റ്റി സ്പേസിനെ നമുക്ക് ഒന്നും കൂടി ഫില്ല് ചെയ്യാൻ പറ്റുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പം നമ്മൾ അതിങ്ങനെ ചെറുതായിട്ട് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമ്മളോട് കുറച്ച് ആളുകൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് ചെയ്താൽ ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഇതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്, എങ്ങനെ പറഞ്ഞ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർ ഇപ്പോഴും നമ്മളോട് വന്ന് ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ, ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ എല്ലാത്തിനും നമ്മളെ ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. നീ ചെയ്താലാണ് ശരിയാവുക, നീ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും നമ്മളെ അവർ മറക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മളോട് വാലിഡായിട്ട് ഒരാൾ വന്ന് പറയുകയാണ്, നിങ്ങൾ ഈ കാര്യം ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ എത്രയോ നല്ല കാര്യമാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം, ആ രൂപത്തിൽ ആളുകൾ പറഞ്ഞിട്ടുള്ള വിഷയം, നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിഷയം, അതേപോലെ നമ്മളിലേക്ക് ആളുകൾ ആവശ്യപ്പെട്ട് വരുന്ന അതും അവർക്കും നമുക്കും ഉപകാരപ്പെടുന്ന വിഷയം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കുഞ്ഞു കാര്യങ്ങളിൽ നിന്നും തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളെ തിരഞ്ഞെടുക്കുക. അതേപോലെ നമ്മുടെ സമൂഹത്തിനോ നമുക്കോ ഏതെങ്കിലും രൂപത്തിൽ ഉപകാരപ്പെടുന്നുണ്ടോ, ഇനി വരുന്ന തലമുറയിലേക്ക് നമുക്ക് എന്തെങ്കിലും പാസ് ചെയ്യാൻ മെസ്സേജുകളൊക്കെ കൊടുക്കാൻ പറ്റിയ വിഷയമാണോ നമ്മൾ ചെയ്യുന്നത്, അതേപോലെയൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്ത് നോക്കാന്നേ ഉള്ളത്. ആ രൂപത്തിൽ ഓരോ കാര്യങ്ങളും കുഞ്ഞിതായിട്ട് ചെയ്ത് തുടങ്ങി നമ്മൾ അതിനെ നമ്മളുടേതാക്കി മാറ്റി നമ്മുടെ ലൈഫിനെ ഒരു മീനിങ് ഫുൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് ഈ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു കമൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കമൻറ്റിൽ വായിച്ചിട്ടുണ്ടോ? ഇങ്ങനെ
നമ്മളാണെങ്കിലും വിചാരിക്കും അല്ലേ, അങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു, അത് സ്വാഭാവികം. പക്ഷെ അതേസമയം നമ്മളെ വീടിന്റെ അടുത്തോ നമ്മളുടെ കുടുംബത്തിലോ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? സൂയിസൈഡ് ഒന്നിനും ഒരു പരിഹാരമുള്ള കാര്യമല്ലല്ലോ. പക്ഷെ സൂയിസൈഡ് ഒരാൾ ചെയ്യുന്നത് ഒരു ഹോപ്പും ഇല്ലാത്ത സമയത്ത്, ഇനി എങ്ങനെ എനിക്കൊരു ലൈഫ് വേണ്ട, ആരുടെ അടുത്തൊന്നും ഒരു പ്രതീക്ഷന്റെ ഒരു ഇതും കിട്ടാത്ത സമയത്താണ് ആളുകള് സൂയിസൈഡിലേക്ക് പോയി പോകുന്നത്. ആ ഒരു നിമിഷത്തെ ചിന്തയായിരിക്കും. കാരണം ഒരു തരത്തുനിന്നും ഒരാളടുത്തൊന്നും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു നിമിഷത്തിൽ ചെയ്തു പോകുന്നതും ആയിരിക്കും. ഒരു പക്ഷെ ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന് അവര് രക്ഷപ്പെടുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഓല അതിന് ശ്രമിക്കാനും സാധ്യതയില്ല. അതെ, ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയെന്നാണ് അല്ലേ അത് ചെയ്തു പോകുന്നത്. ഒരു ഹോപ്പ് അവരുടെ മുന്നിൽ അവരൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്, അതും ഇത്രയും കഴിവുകൾ അത് ഇതേപോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ് ലോകത്തിൽ പല കാര്യങ്ങളും കണ്ടെത്തുന്നതും പല സ്ഥലങ്ങളിലും എത്തിപ്പെടുന്നതും, ബഹിരാകാശത്തും മൂണ് അങ്ങനെ എല്ലായിടത്തും എത്തിപ്പെടുന്നതും നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷെ ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് ജീവിതം ഒരു നിമിഷത്തെ നമുക്ക് ആ സമയത്തേക്ക് പറയാം. എന്നാൽ അവരൊരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരിക്കും. ആ ഒരു സമയത്തേക്ക് അവരങ്ങനെ ചിന്തിച്ചെത്തണമെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, ഒരു കാര്യം നമ്മുടെ മുന്നിൽ നടക്കുന്ന സമയത്ത് നമുക്ക് അതിലെന്ത് പാടുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ എന്തായിരിക്കും കാരണം? നമ്മൾ ചിന്തിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഹോപ്പ്ലെസ് ആകുന്നത് സ്വന്തമായിട്ട് അവർക്കൊരു കഴിവുണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഒരിക്കലും ആ രൂപത്തിലേക്ക് അവരെത്തൂല അല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ കഴിവിനെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ എൻ്റെ കഴിവ് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. സൂയിസൈഡിലേക്ക് പോകുന്ന ഒരാള് ഒരിക്കലും അവരെ സ്വയത്തെ തിരിച്ചറിയാത്ത ഒരാളെ അതിലേക്ക് എത്തിപ്പെടും. കാരണം നമ്മുടെ സൊസൈറ്റി ഓരോ കാര്യങ്ങൾക്കും, ഇപ്പൊ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ആ ഒരു ഇപ്പൊ ഒരു MBBS തന്നെ പറയാം, നമ്മൾ അത്രയും ട്രൈ ചെയ്തിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇനി അങ്ങനെ ട്രൈ 1, 2, 3 വർഷം കിട്ടാഞ്ഞിട്ടും ആ ഒരു പൊസിഷന്റെ ഇത് തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആളുകള് സ്ട്രെസ് ചെയ്ത് ഞാൻ ആ കുട്ടീനെ ചിലപ്പം നല്ല പേയ്മെന്റ് തന്നെ 1 കോടിയൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പൊ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ അവരെ പഠിപ്പിച്ച് ചിലപ്പോ ആ ഒരു ജോബിനോട് തന്നെ ഇവർക്ക് താല്പര്യം ഉണ്ടല്ലോ, അങ്ങനെയും വരും. ശരിക്കും ഒരു മാരേജ് ഇഷ്യൂ അങ്ങനെ തന്നെ അല്ല, പല കാരണത്തിന് സൂയിസൈഡ് എത്തുന്നത്. അപ്പൊ ആ ഒരു സൊസൈറ്റി അവർക്ക് വേണ്ടി ചാർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്നാണ് എനിക്ക് ലേബല്. അപ്പൊ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് അവര് നല്ല ഭാവിക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. എന്നാലും അവിടെ കുട്ടിക്ക് ശരിക്കും ആളെ കഴിവ് തിരിച്ചറിയാതെ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ മാരേജ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ മുമ്പ് ഡോക്ടറൊക്കെ ആയ കുട്ടികളൊക്കെ സൂയിസൈഡൊക്കെ ചെയ്തില്ലേ, അത് 100 പവന് സ്വർണ്ണമൊക്കെ കൊടുത്ത് കൊല്ലത്തുള്ള ആളെ പേരിനോട് പറഞ്ഞു. അവിടെ ഒക്കെ നോക്കുന്നവർ അവർക്ക് ആ ഒരു ഗോൾഡ് മാത്രം ഉണ്ടെങ്കിലും അവർക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ചെയ്ത് ഞാൻ സ്വന്തം ജീവിക്കാൻ. അപ്പോഴും അവിടെ ഹോപ്പ് നഷ്ടപ്പെടുകയാണ്. അതെ, മെയിനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതും നമ്മളെ അങ്ങനെ ചിന്തിപ്പിച്ചതും ഒക്കെ, ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചതും അത് തന്നെ. അവർക്കൊരു സപ്പോർട്ടുള്ള ഒരാൾ, ഒരു മുഖമെങ്കിലും ഒരു മനസ്സിലുണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യൂല. നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ സോഷ്യലായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെ സോഷ്യലായിട്ട് ജീവിക്കുന്ന ഒരു അനിമൽസാണ്. നമ്മൾക്ക് എപ്പോഴും ആളുകൾ ഇങ്ങനെ നമ്മൾ ചുറ്റിലുണ്ടാവണം എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മൾ പറയാറുണ്ട് ആദിമ മനുഷ്യന് മുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നതാണെന്ന് പറയൂലേ. ആ സമയത്ത് ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഡേഞ്ചർ ആയിരുന്നു. കാരണം ഉറപ്പാണ് ഇവരെന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിക്കും എന്നുള്ളത്. ആ സമയത്തൊക്കെ നമ്മളെ ബ്രെയിൻ ആ രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആ രൂപത്തിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒറ്റപ്പെടുക എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും ചിന്തിക്കാൻ പറ്റൂല. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഇനി കല്യാണം കഴിഞ്ഞായി വേറെന്ത് കാര്യമായി ഇവരൊറ്റപ്പെടുന്ന ആ ഒരു ഫീലിലേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷയുള്ള ഒരു മുഖം അവരുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ, അല്ലാതെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ കയ്യിലാണെങ്കിൽ ക്വാളിഫിക്കേഷൻ അവർക്കൊരു ഭയങ്കര ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു വിഷയമായിരുന്നു. അവരുടെ കയ്യിലുള്ള പൈസ, ആ സ്വർണം കൊണ്ടാണെങ്കിലും അവർക്ക് ആ ധനം അവരെ കയ്യിലുണ്ടായിരുന്നു.
പക്ഷെ അവരൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അപ്പോൾ കൂടുതൽ സപ്പോർട്ട് വരേണ്ട മനുഷ്യന്മാരെ കുറിച്ചാണ്. ചിലപ്പോൾ വേറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ അവിടെ ഒരു അറ്റാച്ച്മെന്റ് പ്രശ്നം ഉണ്ടാവാം, അവരുടെ ആ ഒരു വ്യക്തിയിലേക്ക് അവർ ചിന്തിക്കുന്നുണ്ടാവാം, അവരുടെ ഹസ്ബൻഡോ ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ ഈ വ്യക്തിയിലേക്ക് മാത്രമായിരിക്കും ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ അവർക്ക് വരുന്നത്. അപ്പൊ ആ വ്യക്തി വിട്ട് കളയുന്നതോടുകൂടെ ഇവർക്ക് ഒറ്റപ്പെട്ട ഫീലിംഗും ഉണ്ടാവുന്നുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, എന്നാലും നമ്മൾ നമ്മളെ തിരിച്ചറിയാം, നമ്മളെ കഴിവിനെ തിരിച്ചറിയാം, കൂടെ നമുക്ക് എല്ലാവരെയും നമ്മളെങ്ങനെ സഹായിക്കുക എന്നുള്ളത് ചിന്തിക്കുക, അവരിൽ എത്രത്തോളം നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കണം എന്നുള്ളതിനൊക്കെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക, ആ രൂപത്തിലൊക്കെ. അല്ലാതെ ഈ ലോകത്ത് ഒരാൾ മാത്രമല്ല നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളതെന്നൊക്കെയുള്ള നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുക. നമുക്ക് ചിന്തിച്ചിട്ടാണ് നമുക്ക് ഡെവലപ്പ് ആവാൻ പറ്റുള്ളൂ, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് എവിടേക്കാണ് സാധ്യതകൾ, നമുക്ക് എവിടേക്കാണ് നഷ്ടപ്പെടുന്നത്, നമ്മൾ എവിടേക്കാണ് ലോസ് ആകുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ആ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അവിടെ നമുക്ക് എന്ത് ചേഞ്ച് വരുത്താനുണ്ട്, നമുക്ക് അവിടെ എന്ത് ലെസൺ ഉണ്ട്, അങ്ങനെ നമ്മൾ മുന്നേ കാണുന്ന വിഷയങ്ങളിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട്, ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഓർമ്മ വരുന്നത്, നമ്മൾ ഓരോന്നും പഠിക്കാൻ തുടങ്ങുന്നത്, നമ്മുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരാൻ തുടങ്ങുന്നത്. ആ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ചില സമയത്ത് ചില ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ജസ്റ്റ് ഹസ്ബൻഡ് കൊണ്ടുവരികയാണെങ്കിൽ ഫുഡ് കാര്യങ്ങൾ അത് വാങ്ങി വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക, കഴിക്കുക, ഇഷ്ടം, അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല. കാരണം അവരൊന്നും ഒരിക്കലും ലൈഫ് സ്പോയിൽ ചെയ്യാന്നോ അല്ലെങ്കിൽ അവർ ആത്മഹത്യനെ കുറിച്ചൊന്നും ചിന്തിക്കുകയില്ല. അവർ ഫുൾഫിൽഡ് ആണ് അവരുടെ മക്കളെ നോക്കുന്നതിൽ. അവരുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സമയത്തും അവരങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല ഞാൻ ലോസാണെന്ന്. അതുകൊണ്ട് അവർക്ക് പ്രശ്നമല്ല. പക്ഷെ കുറേ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒന്നും നടക്കാത്ത പലരുമാണ് ഇതേപോലെ ആയി പോകുന്നത്. അപ്പം അങ്ങനെ ചിന്തിച്ച് നമ്മൾ നമ്മളുടേതായ രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, ലൈഫ് ആഫ്റ്റർ മാരേജ് എന്നുള്ളത് സംസാരിക്കാം. നേരത്തെ ഇവരെന്തോന്ന് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, അതൊന്ന് പറയാവോ? അജൂസ് ഒന്ന് സംസാരിക്കോ നമ്മുടെ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഹലോ, കുറച്ചുകൂടി സൗണ്ട്. ഒരാളാണ് കല്യാണം കഴിഞ്ഞതാണെന്നാണോ പറഞ്ഞത്? കുറച്ച് ക്ലിയർ കുറവുണ്ട് അല്ലേ? ഞാൻ നല്ലോണം കേട്ടില്ല. എനിക്ക് മനസ്സിലായത് ഞാൻ കല്യാണം കഴിഞ്ഞ ഒരാളാണ്, എൻ്റെ ജീവിതം സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വളരെ നല്ല കാര്യമാണ് അത്, ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞതാണ്, എന്താണോ ഇപ്പോൾ ചെയ്യുന്നത്, പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണെങ്കിലും അവരുടെ ലൈഫിൽ ഹാപ്പിയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ? നമ്മൾ അങ്ങനെ ഹാപ്പി ആണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ടതില്ല. പക്ഷെ ഹാപ്പി അല്ല, എവിടെയെങ്കിലും ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, ആ സമയം മുതലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് എവിടെയാണ് ഇതിൽ മാറ്റം വരുത്താൻ പറ്റും. പിന്നെ ഹാപ്പി ആണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നമുക്ക് നമ്മളെ ചുറ്റുമുള്ള ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്തു കൊടുക്കുക, അങ്ങനെ ചെയ്യാം. ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മൾ എത്ര ഹാപ്പി ആണെങ്കിലും ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അല്ലേ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുക. ഇങ്ങനത്തെ ക്ലാസ്സുകൾ നമുക്ക് ഇനി എല്ലാ ഫീൽ ഫ്രീ ടോക്കും നമുക്ക് ഇതേപോലെ ആക്കാം. നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻ, എല്ലാവർക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ആ രൂപത്തിലായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അതേപോലെ
നമുക്കൊരു ചെറിയൊരു ജേണൽ പോലെ എഴുതി നോക്കാം. ഈ ഒരു വിഷയത്തിൽ എനിക്ക് ജീവിക്കാൻ തോന്നുന്ന ജീവിതം എന്താണെന്നുള്ളത്, എനിക്ക് ജീവിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിതം എന്താണ് എന്നുള്ളത് നമ്മളൊരു ജേണൽ പോലെ ഇന്ന് നമുക്ക് എഴുതാം. ഒരു ഡയറിയൊക്കെ എടുത്ത് എന്തെങ്കിലും ഒരു പേപ്പറോ പെന്നോ ഒക്കെ എടുത്തിട്ട് ഇന്നത്തെ ഒരു ഗ്രോത്ത് വർക്ക് എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതി നോക്കുക. ഇങ്ങനെ ഹെഡിങ് തന്നെ നമ്മൾ ജസ്റ്റ് എഴുതുമ്പോൾ തന്നെ, തുടങ്ങുമ്പോൾ തന്നെ പിന്നെ ഇങ്ങനെ വരും ചെറിയ ചെറിയ കാര്യങ്ങൾ. എനിക്ക് ജീവിക്കാൻ തോന്നുന്ന ജീവിതം ഇതാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഒന്നുകിൽ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഒക്കെ നമുക്കിപ്പോൾ നമ്മളിപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ള എഴുതാം. ഞാനിപ്പോൾ ഒരു ഉമ്മയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ്. ആ രൂപത്തിൽ നമുക്ക് എഴുതി തുടങ്ങാം. എന്നിട്ട് ഇപ്പം നിലവിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് ഇങ്ങനെ എഴുതാം. ഇതിൽ എവിടെയെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ എംപ്റ്റിനെസ് ഉണ്ടോ നോക്കാം. ഇനി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ അടിപൊളിയായിട്ട് ഈ ഒരു ലൈഫിനെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് നല്ല സന്തോഷമാണുള്ളത്. ഇനി ഞാൻ എന്തെല്ലാം ചെയ്യണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതാം. ഇനി എംപ്റ്റി സ്പേസ് ഉള്ള ഒരാളാണെങ്കിൽ ഈ എംപ്റ്റി സ്പേസിനെ എനിക്ക് എങ്ങനെയൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിൽ അങ്ങനെ നമുക്ക് ഒരു ഗ്രോത്ത് വർക്കും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഈ കാര്യത്തിനെ ഒന്ന് ചിന്തിച്ച് നോക്കാന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെ റെഡിയാണ് നമ്മൾ എഴുതാനാണെങ്കിൽ? എഴുതി നോക്കാൻ തയ്യാറുള്ളവർ ആരൊക്കെയാണ്? ജസ്റ്റ് നമ്മളിപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്ക് ഈ രൂപത്തിൽ പോകട്ടെ ഇനിയത്തെ എല്ലാ ക്ലാസ്സും. അതെ, അപ്പോൾ ഇഷ്ടമാണ്, നമ്മളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്നുള്ള രൂപത്തിൽ ഒരു പാരഗ്രാഫ് എഴുതുക. രണ്ടാമത് തുടങ്ങുന്നത് എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിലേക്ക് എനിക്ക് എന്തെല്ലാം അപ്ഗ്രേഡേഷൻ കൊണ്ട് പുതിയതായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ എഴുതി നോക്കുക. ആ രൂപത്തിൽ എഴുതി നോക്കുക. പിന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയങ്ങളുണ്ടെങ്കിൽ എടുത്ത് പറയാം കേട്ടോ. ഇപ്പോൾ പുതുതായിട്ട് വന്ന ആള് കേൾക്കാൻ പറയാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലൈഫ് ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് എന്തെല്ലാം ആണുള്ളത് നോക്കുക. അതിലെപ്പോഴെങ്കിലും നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല, നമ്മുടെ ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ നിമിഷം മുതൽ നമ്മൾ എന്താ ചിന്തിക്കുക എന്നുള്ളത്, അതായത് എവിടെയാണ് സാറ്റിസ്ഫൈഡ് അല്ലാത്തത്, എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് അല്ലാത്തത്, അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളൊന്ന് എഴുതി നോക്കുക നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, നമുക്ക് എന്തൊക്കെ അതിൽ വേണമെന്നുള്ളത്. എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി എന്താ പറയുക, ആ ഒരു ലൈഫിലേക്ക് നമുക്ക് മാറാൻ നമ്മുടെ കയ്യിൽ ഇപ്പം എന്തെല്ലാം ഉണ്ട് അങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് അതിൽ ഇനി എന്തെല്ലാം എനിക്ക് നേടിയെടുക്കണം എന്നുള്ളത് ചിന്തിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ തന്നെ നമുക്കൊന്ന് റോഡ് മാപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്തു നോക്കാം എന്നുള്ളതാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് മാരേജ് എന്ന് പറയുന്നത് എന്തായാലും വേണ്ടിയ കാര്യം തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ എല്ലാവർക്കും. ഇപ്പോൾ കുറേ പുതിയ കുട്ടികൾക്കൊക്കെ കുറേ ആളുകൾക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ട്. അതിനും കുറേയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് കാരണക്കാരെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ലൈഫ്, ഈ നമ്മൾ എന്ന് പറയുന്നത് മൊത്തത്തിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സോഷ്യൽ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ, ലൈഫ് എങ്ങനെയാ, ഒരുപാട് ഡിവോഴ്സ് കേസുകൾ, ഒരുപാട് അടിച്ചമർത്തലുകൾ അല്ലേ. ഇതൊക്കെ കാണുന്ന മക്കൾ എന്താ ചിന്തിക്കുന്നത്, കല്യാണത്തിന് മുമ്പ് ഉള്ളതിനേക്കാളും ഡിഫിക്കൽട്ടാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം എന്നാണ് അല്ലേ. അതോടുകൂടി തന്നെ മക്കൾ തീരുമാനിക്കുകയാണ് എന്നാൽ പിന്നെ കല്യാണം കഴിക്കാണ്ട് ജീവിച്ചാൽ അതല്ലേ നല്ലത്, അങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മൾ ബയോളജിയിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കലുണ്ട്, ബയോളജിക്കൽ എയിം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ബയോളജിക്കൽ എയിം എന്ന് പറയുന്നത് കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ പഠിക്കുകയാണെങ്കിൽ പറയും ഒരു കുടുംബം എന്നുള്ളത് അല്ലേ, കുടുംബം എന്ന് പറയുന്നത് ഉണ്ടാവണം. അതേപോലെ അത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവണം. സോഷ്യലായിട്ട് ജീവിക്കാൻ കുറച്ച് ആളുകൾ വേണം, പുതിയ തലമുറകൾ വേണം, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾ വേണം. ഇനിയിപ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ, സയൻസൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടൊക്കെ പറയുന്ന ആളുകൾ ചിലപ്പോൾ നമുക്ക് തോന്നാം അല്ലേ കുറച്ചും കൂടി അധികം പഠിക്കുന്ന ആളുകളൊക്കെയാണ്
കല്യാണം വേണ്ട, വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് ജീവിച്ചാൽ മതി, എനിക്ക് സ്വന്തം റൂള്, മൈ ലൈഫ് മൈ റൂൾ, ആ രൂപത്തിലൊക്കെ പറയുക കൂടുതലും പഠിച്ചവരാണ് പറയും. അങ്ങനെയാണെങ്കിലും സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ ആണല്ലോ നമ്മൾ കൂടുതൽ പഠനം എന്നുള്ളത് കൂടുതലും നമ്മൾ പറയുന്നത്. സയൻസ് ആയിട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വരുന്നത്. പുതിയ തലമുറകൾ ഉണ്ടാവണം, അവർക്ക് വേണ്ടി സംരക്ഷിക്കപ്പെടണം, അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ വാല്യൂ സിസ്റ്റം ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച് തന്നെയാണ് പുതിയ തലമുറകൾ ഉണ്ടാവേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതലും. ലിവിങ് ടുഗദറൊക്കെ ഇപ്പോൾ ഉള്ള കാലമാണ്. എന്നാൽ കൂടുതലും എങ്കിൽ കൂടി നമ്മൾ എന്താണ് കല്യാണം കഴിക്കുകയും കുട്ടികൾ ഉണ്ടാവുകയും ഒരുമിച്ച് ജീവിക്കുകയും പുതിയൊരു തലമുറ ഉണ്ടാക്കുകയും എല്ലാവരും തന്നെ ഒരു കുടുംബം ഉണ്ടാക്കുകയും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യലി കണക്റ്റഡ് ആവുക അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കുന്ന ആളുകളാണ്. അതൊക്കെ തന്നെയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതൽ. അപ്പോൾ നമ്മളെ കുട്ടികളും അതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരെ അതിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ചിന്ത വളർത്തിയെടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ അതിനെ കാണിച്ചു കൊടുക്കുക, നമ്മൾ റോൾ മോഡൽ ആവുക. കല്യാണം കഴിഞ്ഞാലും നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഇനി അഥവാ എന്തെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് ഇവരെത്തിയെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് നിങ്ങളാണ് വലുത്, നിങ്ങളുടെ ലൈഫ്. അതായത് ഒരിക്കലും തന്നിഷ്ടം കാണിച്ച് അല്ലെങ്കിൽ എല്ലാം കൂടെ എൻ്റെ ഇഷ്ടത്തിന് എന്നെ നടക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി ജീവിക്കുന്ന ഒരു രൂപത്തിലേക്ക് മക്കളെ വളർത്തുക എന്നുള്ളതല്ല. നിനക്ക് പറ്റാത്തത്, നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യം കണ്ടാൽ അത് ഒഴിവാക്കി പോരാനുള്ള ഒരു ധൈര്യം കൂടി നമ്മൾ മക്കൾക്ക് കൊടുക്കണം. അല്ലാതെ ആത്മഹത്യയൊക്കെ ചെയ്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ ആത്മഹത്യയൊക്കെ ചെയ്തതിൻ്റെ ആ ഒരു ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന സമയത്ത് ഇന്ന് വരെ ആ കുട്ടീനെ കാണാത്ത ആളുകൾ വരെ എൻ്റെ പെങ്ങളല്ലേ എൻ്റെ കൂടെ വന്നുകൂടായിരുന്നോ, ഞങ്ങളെ വീട്ടിലേക്ക് വന്നുകൂടായിരുന്നോ, ഞങ്ങൾ നോക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് കുട്ടിക്ക് പറഞ്ഞുകൂടായിരുന്നോ, അങ്ങനെ പറയുന്നതിനേക്കാളും നമ്മളെ അടുത്തേക്ക് ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളായിക്കോട്ടെ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. ഏത് രൂപത്തിലാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് ഈ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ രൂപത്തിലൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും പറയാം. നമുക്ക് അങ്ങനത്തെ രീതിയിൽ മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. മക്കളോട് നന്നായിട്ട് സംസാരിക്കാൻ ഇടപഴകുക. ഇപ്പോൾ അതേപോലെ എന്താണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മളോട് ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അത് ലൈഫ് ആഫ്റ്റർ മാരേജ് അല്ല, അതിൻ്റെ മുമ്പാണെങ്കിലും അവർക്ക് അവസരം കൊടുക്കുക. ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ലോകമാണ്. പല രീതിയിലും പെണ്ണുങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നു, ആണുങ്ങൾ അങ്ങനെ എന്താ പറയുക, എല്ലാം ഉണ്ട് ലോകത്ത്. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് എന്താണ് എന്നുള്ളതും നമ്മൾക്ക് എന്താണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളതെന്നും ഒക്കെ നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്യാൻ പറ്റണം. അവർക്ക് നമ്മളോട് ചോദിക്കാൻ പറ്റണം. അങ്ങനെ ഒരു സ്പേസ് നമ്മളെ അടുത്ത് ഉണ്ടാവണം. പാരൻസ് ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവണം. ഇനിയിപ്പോൾ പാരൻറ്റ് തന്നെ ആവണമെന്നില്ല, നല്ലൊരു ആൾക്ക് നമ്മൾ പ്രചോദനമാകുന്ന രൂപത്തിലാണെങ്കിൽ നമ്മളോട് വന്ന് സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവരെ ഒരു നെഗറ്റീവിലേക്കും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എങ്ങനെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിൽ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കണം. നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൂടെ അവരോട് പറയണം എന്നല്ല, നമ്മൾ അവർക്ക് അവരുടേതായ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അവരെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോഴോ ഒക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. എനിക്കിപ്പോൾ ഒരു ചെറിയൊരു കേസ് എന്ന് പറഞ്ഞാൽ അതിൽ വന്നിട്ടുള്ള ആൾ പറയുന്നത്, ആള് ഇൻസ്റ്റഗ്രാമിൽ ഒരാളെ കണ്ട് പരിചയപ്പെട്ടു, ഫുള്ള് പഠിപ്പിക്കാൻ പൈസ കൊടുത്ത് വീട് വാങ്ങിക്കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആ കുട്ടി ആളുമായിട്ട് ബ്രേക്കപ്പായി. അപ്പോൾ ആ ബ്രേക്കപ്പ് ആയപ്പോൾ ബുദ്ധിമുട്ടായത് കൊണ്ട് മാത്രം ഈ ചെക്കൻ വീട്ടിൽ അറിയിക്കുന്നത്.
അപ്പോൾ അറിയിക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് നോക്കി. വീട്ടുകാർ പറയുന്ന വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഈ ബോയ്. അപ്പോൾ വീട്ടിലേക്ക് അവനൊരു പൈസ ഇത്രയും കാലമായിട്ട് കൊടുത്തിട്ടോ അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. ആവശ്യമുള്ള വീട്ടുകാരല്ല, അതുകൊണ്ട് ആവശ്യം വന്നിട്ടില്ല. പക്ഷെ അവന് സമ്പാദിച്ച പൈസ മുഴുവൻ ഈ രൂപത്തിൽ കളഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഇതെന്തായിരിക്കും. അപ്പോൾ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം എവിടെയൊക്കെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. ഏത് രീതിയിലാണ് ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു ലവറായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ പോലും ഏത് രൂപത്തിൽ എന്നുള്ളത് അവരെ അറിയണ്ടേ. പറയാൻ പേടിച്ചിരിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ അവരെ അറിയിച്ചു കൊടുക്കുക. പാർട്ട്ണറായിട്ടുള്ള ആളുകൾ നമുക്ക് ഒരു സെലക്ഷനുള്ള അവസരം കൊടുക്കുന്ന ആളുകൾ ആണോ അല്ലേ എന്നുള്ളതിനേക്കാളും അത് വേറൊരു വിഷയമാണ്. ശരിക്കും സെലക്ഷൻ നമ്മൾ പലപ്പോഴും അവസരം കൊടുക്കാറില്ല. കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയുന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരാളെ ഇവർ സെലക്ട് ചെയ്യാൻ ഏതെങ്കിലും അവസരത്തിൽ ഇവർ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അതെങ്ങനത്തെ ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവസരം അങ്ങനെ ഇപ്പം നിന്റെ മുന്നിൽ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നീ ഈ രൂപത്തിലൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ. ആ രൂപത്തിൽ പറയാം. എല്ലാം പ്രവർത്തിച്ച് ചിന്തിച്ച് എല്ലാവരും കൂടി തീരുമാനമെടുത്ത് കല്യാണം കഴിച്ചാൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാലും നമുക്ക് കുറച്ചൊക്കെ മക്കൾക്ക് ഇതൊക്കെ അറിയണ്ടേ. ഒന്നും അറിയാതെ അവരെന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഇരുന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരോട് തന്നെ അവരും കുറേ റിഗ്രറ്റ് അടിച്ചിട്ടോ ഈ പറഞ്ഞ പോലെ സൂയിസൈഡിലേക്ക് എത്തിയിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ലൈഫിൽ പ്രശ്നങ്ങൾ വരണം, പ്രതിസന്ധികൾ വരണം, നമ്മൾ അതിൽ നിന്ന് പഠിക്കണം, ഒക്കെ ശരിയാണ്. എന്നാൽ കൂടിയും നമുക്ക് പറ്റുന്നത്രയും നമ്മളെ മക്കളെയും നമ്മളെയും സംരക്ഷിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ രൂപത്തിൽ കൊണ്ടുപോകും. ഒരിക്കലും കല്യാണം കഴിയുന്നതോടുകൂടി ജീവിതം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആ രൂപത്തിലേക്ക് മക്കളാക്കണം എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ എല്ലാം നേടിയെടുക്കണം എന്നും അല്ല പറയുന്നത്. കല്യാണം കഴിക്കണം, കുടുംബം ഉണ്ടാവണം, കുട്ടികളുണ്ടാവണം, അവരെ ചേർത്ത് പിടിക്കണം, നമ്മളായിട്ട് ജീവിക്കാനും കൂടെ അതിനിടയിൽ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ പുതിയതായിട്ട് എന്തെങ്കിലും ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാട്ടോ. ഇനിയൊന്നും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് പുതിയ ഒരു ഫീൽ ഫ്രീ ടോക്കുമായിട്ട് ഇതേപോലെ ഇനി മുതൽ നമ്മുടെ ഫീൽ ഫ്രീ ടോക്ക് ഇതേപോലെ ആയിരിക്കും. സംശയങ്ങൾ അതേപോലെ ഓരോ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രൂപത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നാളെയാണ് നമ്മുടെ ഇനിയഗ്രാമിൻ്റെ പേഴ്സണാലിറ്റി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആരംഭിക്കുന്നത്. അതിലാർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നാളെ 8 മണിക്ക് ക്ലാസ് ആരംഭിക്കും കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്.